യൂറിക് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് മുട്ടയും മാംസവും റെഡ് മീറ്റുമാണ്. പക്ഷേ അതല്ല നിങ്ങളുടെ മനസ്സിലോട്ട് ഇനി ഓർമ്മ വരേണ്ടത്. യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ഓർമ്മ വേണ്ട ഒരു വാക്കുണ്ട്, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. മുട്ടയും മാംസവും അല്ല യൂറിക് ആസിഡ് കൂട്ടുന്നത്, പിന്നെയോ അതായത് നമ്മുടെ ശരീരം ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്, അതിന് പറയുന്ന പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത്. നിങ്ങൾക്ക് കയറി പഠിക്കാവുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് യൂറിക് ആസിഡ്. ഇതേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് PCOD ഉണ്ടാക്കുന്നതും പ്രമേഹം ഉണ്ടാക്കുന്നതും നമ്മുടെ രക്തത്തിൽ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ എലവേറ്റ് ചെയ്യുന്നതും ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതെല്ലാം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ, ഈ യൂറിക് ആസിഡ് കൂടിയ വ്യക്തി, അതായത് ബീഫോ റെഡ് മീറ്റോ കഴിച്ചപ്പോൾ അല്ലെങ്കിൽ മട്ടണോ കഴിച്ചപ്പോൾ യൂറിക് ആസിഡ് കൂടിയ വ്യക്തി, അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ ഇതേ മട്ടണും ഫിഷും യൂറിക് ആസിഡ് അടങ്ങിയ മുട്ടയും കഴിച്ചപ്പോൾ യൂറിക് ആസിഡ് ഒരിക്കലും കൂടിയിട്ടില്ല. അപ്പോൾ ഈ മുട്ടയും മാംസവും ആണെങ്കിൽ ഇദ്ദേഹം ജനിച്ച ദിവസം മുതലേ യൂറിക് ആസിഡ് കൂടേണ്ടതാണ്. ഇല്ല, അദ്ദേഹം 30 വയസ്സായി 40 വയസ്സായി, ശരീരത്തിൽ ഭാരം വർദ്ധിച്ചു, വയറ്റിൽ മധ്യപ്രദേശത്ത് അതായത് നമ്മുടെ സെൻട്രൽ ഒബേസിറ്റി കുടവയറ് വർദ്ധിച്ചു, അങ്ങനെ ശരീരത്ത് കൂടുതൽ കൊഴുപ്പ് കോശങ്ങൾ അടിഞ്ഞു കൂടിയപ്പോഴാണ് യൂറിക് ആസിഡ് വർദ്ധിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണിരിക്കുന്നത്, ഈ മാംസത്തിലും ഫിഷിലുമുള്ള യൂറിക് ആസിഡിനെ പുറത്തോട്ട് പോകുന്ന പ്രക്രിയയ്ക്ക് വരുന്ന അപജയമാണ് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാനുള്ള കാരണം, അല്ലാതെ മാംസവും മുട്ടയും അല്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കർണാടക, ഞങ്ങളുടെ രോഗികൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും വെജിറ്റേറിയൻസ് ആണ്. എത്രയോ പേര് യൂറിക് ആസിഡായിട്ട് വരുന്നുണ്ട്. അവർ ജീവിതത്തിൽ ഇന്നവരെ ഒരു മുട്ട പോലും തൊട്ട് നോക്കിയിട്ടില്ല. ഇവൻ കേക്ക് പോലും കഴിക്കും. പല ടാബ്ലറ്റുകൾ അവർ ചോദിക്കാറുണ്ട്. ടാബ്ലറ്റ് omega-3 ടാബ്ലറ്റിൻ്റെ ആ സോഫ്റ്റ് ജെലാറ്റിൻ ഉണ്ട്, പുറത്തെ കവറിങ് ഇല്ലേ, അത് ജെലാറ്റിൻ നോൺ വെജ് ആണെന്ന് പറഞ്ഞിട്ട് കഴിക്കാത്തവരുണ്ട്. അത്ര സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് ആണ്. പക്ഷേ എങ്ങനെ അവർക്ക് യൂറിക് ആസിഡ് വർദ്ധിക്കുന്നു? അപ്പോൾ മുട്ടയും മാംസവും അല്ല യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നത്, ഈ യൂറിക് ആസിഡിനെ പുറത്തോട്ട് തള്ളുന്ന പ്രക്രിയ വരുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ 90% യൂറിക് ആസിഡിൻ്റെ മൂല കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ്. 10% ഗട്ട് റിലേറ്റഡുമുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി പഠിക്കാം. മുഴുവൻ യൂറിക് ആസിഡുമല്ല, ഏകദേശം 10% യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഗട്ടുമായിട്ട്, നമ്മുടെ ദഹന നാളവുമായിട്ട് ബന്ധപ്പെട്ടതുമുണ്ട്. അതായത് നമ്മുടെ വൻകുടലിലുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, ഈക്കോളൈ ബാക്ടീരിയ, ഷിഗ ടോക്സിൻ പ്രൊഡ്യൂസിങ് ഈക്കോളൈ ബാക്ടീരിയ എന്ന് പറയുന്നുണ്ട്. ഈ ബാക്ടീരിയയും യൂറിക് ആസിഡ് കൂട്ടുന്നതായിട്ട് പല ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഞാൻ കണ്ടത് ഒരു 30-40 വയസ്സ് കഴിയുമ്പോൾ അവർ പൊണ്ണത്തടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഒബേസിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് യൂറിക് ആസിഡും പാരലായിട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ചോറായിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, മുട്ടയായിക്കോട്ടെ, മീനായിക്കോട്ടെ, അൾട്ടിമേറ്റായിട്ട് ഈ കോശത്തിനുള്ളിൽ കിടക്കണം. കോടിക്കണക്കിന് കോശങ്ങൾക്ക് ഊർജ്ജം കൊടുക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. കോശങ്ങളുടെ ഉള്ളിൽ 70 മുതൽ 80 വരെ മൈറ്റോകോൺട്രിയ ഉണ്ട് ഓരോ കോശത്തിനകത്തും. നമ്മൾ കഴിച്ച ഭക്ഷണം അത് ഈ മൈറ്റോകോൺട്രിയയിൽ പോയി കത്തി എനർജി ആയിട്ട് മാറുന്നു, ATP. അപ്പോൾ എന്തൊക്കെ ഭക്ഷണമുണ്ട്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറ്, ചപ്പാത്തി, ധാന്യങ്ങൾ, ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പ്രോട്ടീൻ അടങ്ങിയ മാംസം, മത്സ്യം, മുട്ടയൊക്കെ ഉണ്ട്. ഇനി ഫാറ്റ്, കൊഴുപ്പടങ്ങിയ തേങ്ങ, വെളിച്ചെണ്ണ, നെയ്യ്, അങ്ങനെയുള്ള വസ്തുക്കളുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള പോഷകാംശങ്ങളുണ്ട്: ഫാറ്റ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നെയ്യും വെണ്ണയും അതുപോലെ മാംസവും മുട്ടയുമെല്ലാം നമ്മുടെ കോശത്തിലേക്ക്, രക്തത്തിൽ നിന്ന് കോശത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് പ്രോട്ടീനും ഫാറ്റും പ്രവേശിക്കുന്നത് ഇൻസുലിൻ്റെ സഹായമില്ലാതെയാണ്. അതായത് 2 തരത്തിലുള്ള ഡോറ് നമ്മുടെ കോശത്തിലുണ്ടായിട്ട് സങ്കല്പിക്കുക. ഒന്ന് ഗ്ലൈഡിങ് ഡോർ, നമുക്കറിയാലോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴേ ഡോറ് തന്നെ തുറക്കും. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന മുട്ടയും മാംസത്തിലുള്ള ഫാറ്റും പ്രോട്ടീനൊക്കെ കിടക്കുന്നത് ആ ഡോറിൽ കൂടെ കടന്നു പോകും. ഇനി രണ്ടാമത്തെ ഒരു കീ ആൻഡ് ലോക്ക് മെക്കാനിസം ഉണ്ട്, അതാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു ചാവി. ആ ഡോറ് തുറക്കും, കീ ആൻഡ് ഹോൾ തുറക്കുമ്പോൾ ആ ഡോറിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറ്, ചപ്പാത്തി, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ എല്ലാം ഉള്ളോട്ട് കടന്നു വരുന്നത്. അപ്പോൾ 2 ഡോറുണ്ട്, കഴിക്കുന്ന മാംസവും മുട്ടയും എല്ലാം കടന്നു പോകുന്ന ഒരു ഡോറ്, ഫാറ്റും പ്രോട്ടീനും കടന്നു പോകുന്ന ഒരു ഡോറ്, ഇൻസുലിൻ ചാവി ഇട്ട് തുറക്കുന്ന വേറൊരു ഡോർ. ഇതൊരു സങ്കല്പമാണ്, ഇതൊരു സയൻറ്റിഫിക് വേർഡ് വേറെയാണ്, റിസപ്റ്ററുകളാണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു ലാംഗ്വേജ് മാത്രമാണ്, ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻസുലിൻ ഈ ഡോറിൻ്റെ താക്കോല് തുറക്കുന്നു, ചാവി തുറക്കുന്നു. ഇൻസുലിൻ ആണ് ചാവി, ഈ ലോക്ക് തുറക്കുന്നു. അപ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞ ചാവി ഈ ലോക്ക് തുറക്കുമ്പോൾ നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ് ഉള്ളോട്ട് കിടക്കുന്നു. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇൻസുലിൻ ഈ ഡോറ് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോർ ഉള്ളോട്ട് കയറത്തില്ല. ഡോറിൻ്റെ ഉള്ളോട്ട് ഈ നമ്മൾ കഴിച്ച ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ഉള്ളോട്ട് കിടക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം അത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വർദ്ധിക്കും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഉള്ളിലോട്ട് കടക്കാൻ പറ്റാത്ത ഗ്ലൂക്കോസ് നമ്മുടെ രക്തക്കൊള്ളി കെട്ടിക്കിടക്കുന്നു,
അതുപോലെ തന്നെ ഈ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത എനർജി, ഫ്യൂവൽ, അതായത് കഴിച്ച ഭക്ഷണം ഉള്ളിലോട്ട് കോശത്തിനുള്ളിലോട്ട് കിടക്കുന്നില്ലെങ്കിൽ അത് രക്തത്തിൽ കിടക്കുകയും അത് വീണ്ടും കൂടുതൽ കൊഴുപ്പായിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യുന്നു. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഗ്ലൂക്കോസ് ഉള്ളിലോട്ട് കടക്കാതെ വരികയും ഈ കടക്കാൻ പറ്റാത്ത ഗ്ലൂക്കോസ് കത്തിത്തീരാത്ത ഗ്ലൂക്കോസ് നേരെ, അപ്പം നമ്മുടെ ശരീരത്ത് 2 ഡെസ്റ്റിനേഷൻ ഉണ്ട് ഗ്ലൂക്കോസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നെങ്കിൽ മച്ചിലോട്ടെത്തും, അതായത് സ്റ്റോർ ഹൗസ്, അതാണ് കൊഴുപ്പ് കോശങ്ങൾ, അഡിപ്പോസൈറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അടുപ്പിലോട്ട് കയറും, അടുപ്പാണ് മൈറ്റോകോൺട്രിയ. അടുപ്പിൽ പോയി കത്തണം, അല്ലെങ്കിൽ കത്താത്ത ഭക്ഷണം എടുത്ത് മച്ചിലോട്ട് എടുത്ത് വെക്കും, അവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മൾ കഴിച്ച കാർബോഹൈഡ്രേറ്റിന് കോശത്തിന് അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ട് അതെല്ലാം മച്ചിലോട്ട് പോയിട്ട് വീണ്ടും മച്ചിൻ്റെ ഭാരം വർദ്ധിക്കുന്നു, വലിപ്പം വർദ്ധിക്കുന്നു. അതാണ് നമ്മുടെ വണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അമിതഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ ഒബേസിറ്റിയിലേക്ക് നയിക്കുന്നു. ഒബേസിറ്റി കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം മച്ചിൻ്റെ വലിപ്പം കൂടുന്നു, മച്ചിൻ്റെ വലിപ്പം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. അങ്ങനെ ഒരു ചക്രവ്യൂഹത്തിലേക്ക് അകപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്നത്. അതായത് ഒബേസിറ്റിയാണ് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ ഞാൻ എൻ്റെ പല രോഗികളിലും കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി, അതായത് റൈസും മില്ലറ്റും ഫ്രൂട്ട്സും ഒഴിവാക്കി, വെജിറ്റബിളും ഫാറ്റും. ഫസ്റ്റ് ഒരു മാസം യൂറിക് ആസിഡ് കുറഞ്ഞ ചില പ്രോട്ടീൻസ് ഉണ്ട്. എല്ലാ പ്രോട്ടീൻസിലും ഒരേപോലെയല്ല യൂറിക് ആസിഡ്. അതായത് യൂറിക് ആസിഡിന് 3 സ്റ്റാൻഡേർഡ് ഉണ്ട്. 50 പ്യൂരിൻ എന്ന് പറഞ്ഞ ഒരു മാറ്ററാണ് ഈ യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം പ്യൂരിൻ, ലോ പ്യൂരിൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പ്യൂരിൻ 50 കുറവുള്ള ഒരു ഡയറ്റ്, മോഡറേറ്റ് പ്യൂരിൻ എന്ന് പറഞ്ഞാൽ 50 മുതൽ 100 വരെയുള്ള ഒരു പ്രോഡക്റ്റ്, ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ 100ൻ്റെ മുകളിലുള്ളത് ഹൈ പ്യൂരിനാണ്. അപ്പോൾ 3 ഉണ്ട്: ലോ പ്യൂരിൻ, മീഡിയം പ്യൂരിൻ, ഹൈ പ്യൂരിൻ. അപ്പം ആദ്യത്തെ ഒരു 2 മാസം ലോ പ്യൂരിൻ പ്രോട്ടീൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഏതൊക്കെയാണ് ലോ പ്യൂരിൻ പ്രോട്ടീൻ? എഗ് വൈറ്റ്, എത്ര വേണമെങ്കിൽ യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാം. അതിനകത്ത് പ്യൂരിൻ വളരെ കുറവാണ്, 50 താഴെയാണ്. പിന്നെ ഡയറി പ്രോട്ടീൻ, അതായത് നമ്മുടെ പനീർ, വേ പ്രോട്ടീൻ, മിൽക്ക്, ഈ മിൽക്കിലുള്ള പ്രോട്ടീനകത്തും പ്യൂരിൻ 50 താഴെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു മാസം ധാരാളം വേ പ്രോട്ടീനും എഗ് വൈറ്റ്, ഒരു 10-12 എഗ് വൈറ്റും, നട്ട്സ്, മോഡറേറ്റ് ആയിട്ട് നട്ട്സും, കൂടുതൽ ഫാറ്റും അടങ്ങിയ ഒരു ഡയറ്റ് കൊടുത്ത് അവരുടെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ പിന്നീട് ഈ യൂറിക് ആസിഡുള്ള ഭക്ഷണത്തിന് അവരുടെ ശരീരം, അതായത് അവരുടെ ശരീരത്തിൻ്റെ അമിതവണ്ണം കുറയുമ്പോൾ, കൊഴുപ്പ് കോശങ്ങൾ ഉരുകി തീരുമ്പോൾ അവർക്ക് യൂറിക് ആസിഡുള്ള ഭക്ഷണത്തിനെ കൂടുതൽ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊണ്ണത്തടി, പ്രത്യേകിച്ച് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയും, വയറിൻ്റെ അടിയുന്ന ഈ വിസറൽ ഫാറ്റാണ് യൂറിക് ആസിഡിൻ്റെ മൂലം. കാരണം വിസറൽ ഫാറ്റ് ഉണ്ടാകാനുള്ള കാരണം ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മല പോലുള്ള ചോറും ബണ്ടിൽസ് ഓഫ് ചപ്പാത്തിയും അടങ്ങിയ നമ്മുടെ ഭക്ഷണ രീതിയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കാർബ് തന്നെ കാർബ്. അതാണ് പൊണ്ണത്തടി ഉണ്ടാക്കുന്നത്. പൊണ്ണത്തടി കഴിയുമ്പോഴാണ് യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ പല രോഗങ്ങളുടെ കാരണവും നമ്മുടെ ഇഗ്നോറൻസും വിദ്യാധാരണയാണ്. അപ്പോൾ ഒരു ഡയറ്ററി ലിറ്ററസി ഉണ്ടെങ്കിൽ പല രോഗങ്ങളെയും നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്.